കണ്ണൂരിൽ കേസിൽപ്പെട്ട് പൂട്ടിയ കടയുടെ ഗ്ലാസ് കൂടിനുള്ളിൽ കുടുങ്ങിയ കുരുവിയെ കട തുറന്ന് മോചിപ്പിക്കാൻ കളക്ടറുടെ ഉത്തരവ്. കടയുടെ ഷട്ടർ തുറന്ന കിളിയെ മോചിപ്പിക്കാൻ കളക്ടർ അരുൺ കെ വിജയൻ ഉളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ ഉളിക്കലിലാണ് സംഭവം. കേസിൽപ്പെട്ട സീൽ ചെയ്ത കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ അങ്ങാടിക്കുരുവിയെ അല്പം മുൻപ് തുറന്നുവിടുകയും ചെയ്തു. ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് കെട്ടിടം തുറന്നത്. അങ്ങാടിക്കുരുവിയെ തുറന്നുവിടാൻ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഉളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്നാണ് കുരുവിയെ തുറന്നുവിട്ടത്. ഉളിക്കലിലെ ടെക്സ്റ്റൈൽ സ്ഥാപനം കേസിൽപ്പെട്ട് കോടതി ഉത്തരവ് പ്രകാരം പൂട്ടി സീൽ ചെയ്തത്. സ്ഥാപനത്തിന്റെ മുൻവശത്തെ ചില്ലുകൂടാണ്. ഇതിന്റെ ഉള്ളിലാണ് കുരുവി കുടുങ്ങിയത്. കട പൂട്ടി സീൽ ചെയ്തതോടെ കുരുവിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെയായി. ചില്ലുകൂടിൽ പറന്നു നടന്ന കുരുവി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പൂട്ടി സീൽ ചെയ്തതിനാൽ കോടതിയുടെ അനുമതിയില്ലാതെ കട തുറക്കാനും സാധിച്ചില്ല. ചെറിയ വിടവിലൂടെ വെള്ളവും പഴവും നൽകാൻ നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നു. നാട്ടുകാർ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചെങ്കിലും കോടതിയുടെ അനുമതിയില്ലാതെ കട തുറക്കാനാവില്ലെന്ന് ഫയർഫോഴ്സും അറിയിച്ചു. പിന്നീടാണ് സംഭവം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ അരുൺ കെ വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതോടെ കുരുവിയെ പുറത്തിറക്കാൻ അദ്ദേഹം നടപടിയുമെടുത്തു. വ്യാപാരികൾ തമ്മിലുള്ള തർക്കം കോടതിയിലെത്തിയതിനെ തുടർന്ന് 6 മാസം മുൻപാണ് കട പൂട്ടി സീൽ ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് കടയുടെ മുൻവശത്തെ ചില്ലുകൂടിന് മുകളിലെ ചെറിയ വിടവിലൂടെ അകത്ത് കയറിപ്പോയതാണ് അങ്ങാടിക്കുരുവി. ചില്ലുകൂടിനും ഇരുമ്പ് ഷട്ടറിനും ഇടയിൽ കുടുങ്ങിപ്പോയി. തിരിച്ചു പുറത്തേക്ക് പറക്കാനാവാതെ കുടുങ്ങിപ്പോയ കിളി ചില്ലിനിടയിൽ ചിലച്ചുകൊണ്ടിരിക്കെ നാട്ടുകാരാണ് ശ്രദ്ധിച്ചത്. തനിയെ പുറത്തു പോകുമോ എന്ന് നോക്കി, പക്ഷെ നടന്നില്ല. കേസിൽപ്പെട്ട കടമുറി പൂട്ടു തുറന്ന് രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലുമായിരുന്നു ഫയർഫോഴ്സും. തുടർന്നാണ് ജില്ലാ കളക്ടർ ഇടപെട്ടത്. അങ്ങനെ നാട്ടുകാരുടെ കരുണയിൽ ആ കിളിക്ക് പുതുജീവൻ ലഭിച്ചു.